ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂന്തൽ അരിഞ്ഞിടുക ചെറിയ കഷ്ണങ്ങളായിട്ട്. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർക്കണം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ഈ വെള്ളത്തിൽ തന്നെ അങ്ങ് വെന്തോളും. ഒരു 6 വിസിൽ. അപ്പോഴേക്കും നമുക്ക് ചട്ടി അടുപ്പി വെക്കാം. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം പെരിഞ്ജീരകം പൊട്ടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള, പച്ചമുളക് എന്നിവ ആഡ് ചെയ്യുക. സവാളയും പച്ചമുളകും നന്നായിട്ട് വഴണ്ടി വരണം. സവാള വാടി വരാൻ ഇത്തിരി ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. പെട്ടെന്ന് സവാള വാടി വരും, പക്ഷെ നല്ല ബ്രൗൺ ഷെയ്ഡാകണം. സവാള വാടുന്നതനുസരിച്ചിരിക്കും നമ്മുടെ കറിയുടെ സ്വാദ്. നമ്മുടെ സവാള നല്ല ബ്രൗൺ ഷെയ്ഡിൽ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി, കറിവേപ്പില എന്നിവ ആഡ് ചെയ്യാം. ഇതൊന്ന് വാടണം. തക്കാളി ഒന്ന് വാടി അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. എരിവിനനുസരണം നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ആ സവാളയായിട്ടിട്ട് നല്ലോണം മൂപ്പിക്കണം. നല്ല രീതിയിൽ മൂത്ത് പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. കൂന്തലിൽ വെന്ത് കഴിയുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. ആവശ്യാനുസരണം ഉപ്പ് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ടേക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ കൂന്തൽ റോസ്റ്റ്, സ്വാദിഷ്ടമായ കൂന്തൽ റോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് അതിനകത്ത് ആഡ് ചെയ്യാം. ഉറപ്പായി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഉറപ്പായിട്ടും ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ.